മനോജാണേ. മനോജേട്ടാ പറ. ഞാൻ വിളിച്ചതേ, നിന്റെ ക്യാഷ് കാണും ഒരു 14,000 രൂപ എടുക്കാൻ. ചേട്ടാ അത് എന്താ ചേട്ടാ അത്യാവശ്യം? എടാ അതെ, സൈറ്റിൽ പണിക്കാർ നിൽക്കുക, ഇപ്പൊ 6:45 ഞാൻ കുറച്ച് വൈകും. ആണോ? നീ ഒന്ന് കൊടുത്തേക്കാവോ? പിന്നെന്താ കൊടുത്തേക്കാം. മനോജേട്ടാ, ദേ പ്രസാദ്. പ്രസാദേ ഇരിക്ക്. ശ്രീജേ, പ്രസാദിനൊരു ചായ. ഞാൻ സാറിനെ കുറേ പ്രാവശ്യം വിളിച്ചായിരുന്നു, സാറ് ഫോൺ എടുത്തില്ല. അത് പിന്നെ പ്രസാദേ, ഫോൺ ബാഗിലായിരുന്നു. കടയിൽ നിന്ന് തോമസ് സാർ വിളിച്ചിരുന്നു. മനോജ് സാറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞേ. നാളെയെങ്കിലും അവരുടെ കണക്ക് തീർക്കണം. അത് പിന്നെ പ്രസാദേ, കണക്ക് തീർക്കാതെ സിമെൻറ്റും കമ്പിയും തരില്ലെന്നാണ് പറഞ്ഞേ. സാറൊന്ന് വിളിച്ച. സാറ് ഫോൺ എടുക്കാത്തതിന് അങ്ങേര് വലിയ കലിപ്പില്ല. സിറിയക് സാറിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞപ്പോൾ 8 ലക്ഷം രൂപ കിട്ടാനുള്ളതാ. ഒറ്റ പൈസ കിട്ടിയില്ല. അത് മാത്രമല്ല, മറ്റു പലരുടെയും ഒന്നും കിട്ടിയില്ല. സാറേ, നാളെ ശനിയാഴ്ചയല്ലേ, പണിക്കൂലി തന്നെ നല്ലൊരു എമൗണ്ട് വരും. പിന്നെ സ്കഫോൾഡിങ്ങിൻ്റെ വാടക, മറ്റ് സെറ്റിൽമെൻറ്റ്സ് എല്ലാം. എന്താ പ്രസാദ് ഈ സമയത്ത്? ഒന്നുമില്ല, സാറിനെ ഒന്ന് കാണാൻ. ഒന്നുമില്ലാതില്ല. ഏതായാലും സിറിയക് സാറിനെ ഞാൻ വിളിക്കട്ടെ, നമുക്കെന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. നീ ചായ കുടിക്കും. സാറ് തോമസ് സാറിനോടൊന്ന് സംസാരിക്കാവോ? അയാൾ ഒരു വിധത്തിൽ സമാധാനം തരില്ല. ഞാൻ വിളിച്ചു തരാം. തോമസ് സാറേ, ഞാനിത് തിരക്കിലായി പോയി. നാളെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ നേരിട്ട് വന്നിട്ടോളാം. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ് സാർ. ഹലോ അനൂപേ, ഏട്ടൻ എവിടെയുണ്ട്? ഇപ്പൊ കൊടുക്കാം. വേണ്ടായിരുന്നു. എടാ, നീ എന്ത് പണിയാടാ മനോജ കാണിച്ചത്? ഇന്ന് ഉച്ച മുതൽ നിന്നെ വിളിക്കുക. എടാ, എനിക്ക് കാശ് കിട്ടാതെ പറ്റത്തില്ല. അത് കിട്ടിയിട്ട് വേണം സ്വർണം എടുക്കാനെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞത്. കാശ് കയ്യിലോട് കിട്ടിയില്ല. അതാ. നിനക്കറിയാവല്ലോ, ഒരാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ആ കാശ് റോൾ ചെയ്യാൻ തന്നത്. നാളെ കഴിഞ്ഞ കല്യാണം. ഈ കാശ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ കല്യാണം അത് മുടങ്ങൂടാ. എടാ, അങ്ങനൊന്നും സംഭവിക്കരുത്. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയുക. എടാ, നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ. നാളെ ഉറപ്പായിട്ടും കിട്ടൂടാ. നീ വിഷമിക്കാതെ. ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് 3 ആഴ്ചയായി. എടാ, ആ കാശ് ബാങ്കിൽ കിടപ്പുണ്ടെന്ന് അമ്മ വിചാരിച്ചിരിക്കുന്നു. എടാ, നീ ടെൻഷൻ ആവണ്ട. നാളെ രാവിലെ കാശ് റെഡിയാ. ഓക്കെ, നീ കിടന്നോ, ഞാൻ വിളിച്ചോളാം. എന്ത് മോശമാനായിട്ട് കാണിക്കുന്നത്? അവനെയും പറഞ്ഞു പറ്റിക്കുകയാണോ? അന്നേ ഞാൻ പറഞ്ഞതാ, ഇങ്ങനെ കടം വാങ്ങി വർക്ക് കേൾക്കാൻ നിൽക്കരുതെന്ന്. എടി, സിറിയക് സാറുമായുള്ള എഗ്രിമെന്റ് പ്രകാരം തട്ട് വാർത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂ. തട്ട് വാർത്തിട്ട് എന്തായി? കാര്യം കഴിഞ്ഞപ്പോ അയാൾ കൈമലത്തിയില്ലേ? കാര്യങ്ങളൊക്കെ അറിയാലോ മനോജേട്ടാ.
കഴിഞ്ഞ മാസത്തെ എൻ്റെ ശമ്പളം അതേപടി ഞാൻ അങ്ങോട്ട് തന്നതാ. പിന്നെ പിള്ളേരുടെ ഹോസ്റ്റൽ ഫീസും വീടിൻ്റെ വാടകയും കൊടുക്കാൻ സമയമായപ്പോൾ ഞാൻ എൻ്റെ വള പണയം വെക്കേണ്ടി വന്നു. അമ്മയ്ക്ക് കാശ് അയച്ചത് ഗ്രേസി ചേച്ചിയോട് കടം വാങ്ങിയിട്ടാ. അതിനി എപ്പോ? സാറേ 2 ദിവസമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക. എടോ, ഞാൻ കുറച്ച് തിരക്കായി പോയി. മോളും മരുമോനും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടേ. ഞാൻ അവരുടെ കൂടെ ഇപ്പം വാഗമണില്ല. മരുമോൻ്റെ അങ്കിളിന് ഇവിടെ ഒരു തോട്ടമുണ്ട്. സാറേ കാശിന്റെ കാര്യം എനിക്ക് പലരുടെയും ബില്ല് സെറ്റിൽ ചെയ്യാനുള്ളതാ. മനോജേ, പൈസ ഒരാഴ്ച കൂടെ പിടിക്കും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇത് തന്നെയാ പറയുന്നത്. സാറേ നാളെ ഒരു 6 ലക്ഷം രൂപ കിട്ടാൻ നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പ്രശ്നത്തിലാ ഞാൻ. അതിപ്പോ കാശ് കയ്യിലോട്ട് വരാതെ ഞാൻ എന്നാ പറയാനാ? സാറേ അത് കാശ് മോളോടൊന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടിയല്ലേ വീട് പണിയുന്നത്. ഏയ്, അതൊന്നും പറ്റില്ല. അവരുടെ മുന്നിൽ എൻ്റെ വില പോകും. എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ. എന്റെ മാക്സിമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സാർ ഒന്ന് മനസ്സിലാക്കണം. ആ ശരി, ഞാനൊന്ന് നോക്കാം. താൻ രാവിലെ ഒന്ന് വിളിക്കേ. ഓക്കെ, താങ്ക് യു സാർ. ആഹാ, ഇതെപ്പോഴും എഴുന്നേറ്റ് പോകുന്നത്? ഓരോന്ന് ആലോചിച്ചിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? വാ, വന്ന് കിടക്ക്. ചേട്ടാ, ഇങ്ങനെ ഉറങ്ങാതിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. വെറുതെ അസുഖം വരുത്തി വെക്കാന്നല്ലാതെ. വാ, വന്ന് കിടക്ക്. മനോജേട്ടാ, ദേ 8 മണിയായി സമയം. 8 മണിയോ? ഹലോ സാർ. ഫോൺ ബെൽ കേട്ടപ്പോഴേ മനസ്സിലായി മനോജാന്ന്. സാറേ ക്യാഷിന്റെ കാര്യം? ആ അതോ, അത് ശരിയായില്ല. അയ്യോ സാർ അങ്ങനെ പറയരുത്. എനിക്ക് മറ്റൊരു മാർഗമില്ല. പലപ്പോഴും സാറിൻ്റെ ഈ പൈസ ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശിറക്കിയത്. സാർ എന്നെ കൈ ഒഴിയരുത്. മനോജേ, നീ എങ്ങനെയെങ്കിലും ഒരാഴ്ച കൂടെ പിടിച്ചു നിൽക്ക്. എന്നാ ശരി. ഹലോ 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 സാർ. ഹലോ. ആഹാ, ഇതുവരെ കാപ്പ് കുടിച്ചില്ലേ? എന്താ, എന്തു പറ്റി? സിരീഖ് സാറിന് ക്യാഷ് ശരിയായില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? അയാൾ ഇന്ന് തരാന്ന് പറഞ്ഞതല്ലേ. ഇനി അനുവിനോട് എന്തു പറയും? എനിക്കറിയില്ല. അന്നേ ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ദേ, ഞാൻ പറയണ കേൾക്കണുണ്ടോ? ഇത്തവണ സമയത്ത് ഫീസ് അടിച്ചില്ലെങ്കിൽ പിള്ളേരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചാ ഞാൻ പിള്ളേരെ കൂടി വീട്ടിലോട്ട് പോകും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഉണ്ടായിരുന്ന ജോലി കളഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. അപ്പൊ എന്നോട് എന്താ പറഞ്ഞ്? കുടുംബത്തിന്റെ ബാധ്യത തീർക്കാൻ ജോലി കണ്ട് പറ്റില്ല എന്ന്. ഇപ്പൊ എന്തായി? എന്റെ ഒരു വിധി. ദേ, ദോശ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണം.
പറഞ്ഞത് കേട്ടോ? ആ പ്രസാദോ വാ. സാറേ, സാറിനെ രാവിലെ സൈറ്റിലേക്ക് കണ്ടില്ലല്ലോ, അതാ ഞാൻ വന്നത്. സിറിയക് സാർ പൈസ തന്നില്ല. ശോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? സാറേ, പണിക്കൂലി തന്നെ 10-40 വരും, അല്ലറ ചില്ലറ വേറെയും. അവളുടെ ഗോൾഡ് എല്ലാം പലപ്പോഴായി പണയം വെച്ചിരിക്കുക. ഇല്ലായിരുന്നെങ്കിൽ അതൊന്ന് പണയം വെക്കായിരുന്നു. സാറേ, ഞാനും ശ്രമിക്കട്ടെ? ഏയ് അത് വേണ്ട പ്രസാദേ, അത് വേണ്ട. അതൊന്നും സാരമില്ല സാറേ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന സമയത്ത് സാർ എന്തോരം സഹായിച്ചതാ. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ വൈകുന്നേരം സൈറ്റിലോട്ട് വരാം. എന്തൊരു ചതിയാണ് മനോജ് ഇത്. നീ എന്താ ഫോൺ എടുക്കാത്തത്? വീട്ടുകാർ സ്വർണം എടുക്കാൻ പോകാൻ ഒരുങ്ങുക. ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങോട്ട് വരുക. നാളെ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. കോപം പറയണ്ട, കാശ് പറഞ്ഞ തിരിച്ചു കൊടുക്കാൻ പഠിക്കാം, അല്ലാതെ നിൽക്കരുത്. ബഹളം വെക്കരുത്. ബഹളം വെക്കും. ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടോ കാശാ, അത് കിട്ടില്ല ഞാൻ ബഹളം വെക്കും. എന്താ സാറേ പ്രശ്നം? സാറോ ഇവ മഹാ ഫ്രോഡാ. ഒരാഴ്ച മറിക്കാനെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ വാങ്ങി പോന്നാ. ഇപ്പൊ 3 ആഴ്ചയായി. ഓഫീസിൽ ചെന്ന് അവിടെ കാണത്തില്ല, സൈറ്റിൽ പോയി അവിടെയും ഇല്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തുമില്ല. നീയൊക്കെ സൂക്ഷിച്ചോ, തക്കം കിട്ടിയവൻ നിങ്ങളെ വിൽക്കും. പണം തരാനുള്ള തരൂ, ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. കാശ് വാങ്ങി കാര്യം നടത്തിട്ട് കൊണ്ടാണ് പറയുന്നത്. നിനക്കൊന്നും ശരിക്കറിയില്ല. നാളെ രാവിലെ 10 മണിക്ക് കാശ് എന്റെ വീട്ടിൽ എത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരും. കുഞ്ഞാനെ മോനെ, കളി വേറെയാ. എന്റെ പൊന്ന് സാറേ, ഈ നാറുകളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും കാശ് മേടിക്കൂ? പറ്റിപ്പോയി. കാശ് വാങ്ങി കാര്യം നടത്തിട്ട് കൊണ്ടാണ് പറയുന്നത്. എന്തൊരു ചതിയാണ് മനോജ് ഇത്. നീ എന്താ ഫോൺ എടുക്കാത്തത്? വീട്ടുകാർ സ്വർണം എടുക്കാൻ പോകാൻ ഒരുങ്ങുക. ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങോട്ട് വരുക. അങ്ങനെ വല്ല സംഭവിച്ചാ ഞാൻ പിള്ളേരെ കൂടി വീട്ടിലോട്ട് പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. മോനെ, നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? ഞാൻ എത്ര നേരം വിളിക്കുന്നു. അത് ഞാനിപ്പോ കുറച്ച് തിരക്കിലായിരുന്നമ്മേ. മോനെ, നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ? നീ ഇങ്ങോട്ടൊന്ന് വരാവോ? ഞാൻ വരാമേ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇന്നലെ രാത്രി മുഴുവൻ നിന്നെ ഞാൻ സ്വപ്നം കണ്ടു. 10ാം ക്ലാസ് പാസ്സായപ്പോൾ അച്ഛൻ നിനക്കൊരു സൈക്കിൾ വാങ്ങി തന്നില്ലേ? അതും നമ്മുടെ പഴയ വീടും പറമ്പും ഒക്കെ ഞാൻ കണ്ടു.
ഓർമ്മയുണ്ടോ അതൊക്കെ? ആ, ഉം. എന്ത് പറ്റി മോനെ നിന്റെ ശബ്ദത്തിന്? ഒന്നുമില്ല അമ്മേ. ഒരു ചെറിയ ജലദോഷം. എന്നാ മോൻ വേഗം പോയി മരുന്ന് വാങ്ങി. ഇത്രയും എവിടെ? മരുന്ന് വാങ്ങി അവളെ കൂട്ടി ഇങ്ങോട്ടൊന്ന് വാ. ശരി അമ്മേ, ഞാൻ വരാം. ശരി മോനെ. ആ ശരി. എടാ എന്തായി? എടാ അത് മനോജെ, ഇല്ലെന്ന് മാത്രം പറയരുത്. എന്നെ ചതിച്ച ദൈവം പോലും നിന്നോട് പൊറുക്കില്ല. എടാ അത് അമ്മയും അനുവും വീട്ടിൽ ഒരുങ്ങിയിരിക്കുക, സ്വർണം എടുക്കാൻ പോവാൻ. ബാങ്കിൽ നിന്ന് കാശ് എടുത്തോണ്ട് വരാം എന്ന് കള്ളം പറഞ്ഞ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എടാ കാശ് കയ്യിലോട്ടൊന്ന് കിട്ടണ്ടേ? എടാ നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഉച്ചയ്ക്ക് മുമ്പ് ആരെ കൊന്നിട്ടാണ് ഞാൻ കാശ് കൊണ്ടു തരും. നീ എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട. കാശ് കിട്ടാതെ ഞാൻ പോകത്തില്ല. മനോജേട്ടാ, ബാങ്കിൽ നല്ല തിരക്കായിരുന്നു, അതാ വൈകിയത്. എടാ, കാശ് എടുക്കാൻ ബാങ്കിൽ പോവായിരുന്നെന്ന് നിനക്ക് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. മനുഷ്യനെ വെറുതെ തീറ്റിച്ചു. അതിന് അനുപ ഇത്ര നേരത്തെ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞോ? അല്ലേ? ഞാനെന്നാ ഇറങ്ങുക. ഇറങ്ങട്ടെടാ. ഇതെവിടുന്നാ? കുറെ ദിവസമായി നിങ്ങളുടെ ഇവിടെ കിടന്നൊരുങ്ങുന്ന ഞാൻ കാണുന്നല്ലേ മനോജേട്ടാ. ഞാൻ ഇന്നലെ അച്ഛനോട് ചോദിച്ചിരുന്നു, കിട്ടുമെന്ന് ഉറപ്പില്ലാത്തോണ്ടാ പറയാതിരുന്നത്. സാരമില്ലെന്നേ. ചിലപ്പോ പണമെന്ന് പറഞ്ഞ അഭിമാനം കൂടി അർത്ഥമുണ്ട് മോളെ. ഹലോ. ആ മോളെ, ആ മനോജേട്ടാ. സിരീഷ് സാറിന് ക്യാഷ് റെഡിയാ കേട്ടോ. ആണോ? ഞാൻ ബാങ്കിലേക്ക് പോവാ. ഞാൻ ക്യാഷ് എടുത്തുകൊണ്ട് അങ്ങോട്ട് വരാം. ശരി. ഇന്ന് തന്നെ ക്യാഷ് കൊടുത്തേക്കാം. ആ ശരി. പിന്നെ അമ്മ വിളിച്ചായിരുന്നല്ലോ, നമുക്ക് അമ്മയുടെ അടുത്ത് വരെ ഒന്ന് പോണം. നിനക്ക് ഉച്ച കഴിഞ്ഞ് ലീവ് എടുക്കാൻ പറ്റുമോ? എപ്പോ ലീവ് എടുത്തെന്ന് ചോദിച്ചാ പോരെ?